കത്തോലിക്ക തിരുസഭയിൽ ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്ത ജീൻസും ടീഷർട്ടും ധരിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ ഈശോയെ പ്രഘോഷിക്കുന്ന ന്യൂജൻ വിശുദ്ധ ജീവിതങ്ങളുടെ വസന്തം. വിശുദ്ധ കാർലോ അക്വിറ്റസിനു പിന്നാലെ 2018 തന്റെ 21 വയസ്സിൽ അസ്ഥിയിൽ ബാധിച്ച ക്യാൻസർ മൂലം മരിച്ച ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായ പെട്രോ ബാലസ്റ്ററിന്റെ വിശ്വാസ ജീവിതം ശ്രദ്ധേയമാവുകയാണ്. ദൈവവിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചുറ്റുമുള്ളവരിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവരെ ഉള്ളു തുറന്ന് സഹായിക്കുകയും ചെയ്ത പെട്രോ ബാലസ്റ്ററിന്റെ നാമകരണ നടപടികൾ ആരംഭിക്കുന്നത് വത്തിക്കാൻ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിരുന്ന പെട്രോ ബാലസ്റ്റർ രോഗബാധിതനായി മാഞ്ചസ്റ്ററിൽ ചികിത്സയിലായിരിക്കുമ്പോൾ രോഗികളെ സഹായിക്കുന്നതിലും അവരുടെ രോഗാവസ്ഥയിൽ ആശ്വസിപ്പിക്കുന്നതിനും സമയം കണ്ടെത്തിയിരുന്നു. 2015 ഫ്രാൻസിസ് പാപ്പായെ കാണാനെത്തിയ ബാലസ്റ്റർ തനിക്ക് ക്യാൻസറാണെന്നും തൽസ്ഥിതിയിൽ തനിക്കുണ്ടാകുന്ന എല്ലാ സഹനങ്ങളെയും സഭയ്ക്കു വേണ്ടി സമർപ്പിക്കുന്നതായും പാപ്പയോട് പറഞ്ഞിരുന്നു. രോഗാവസ്ഥയിലും ബാലസ്റ്ററിന്റെ വിശ്വാസത്തിന്റെയും പരസ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ജീവിതം യുവതലമുറയെ വിശ്വാസത്തിലേക്ക് ആകർഷിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പെട്രോ ബാലസ്റ്റർ തന്റെ കഷ്ടപ്പാടുകളെ ക്രിസ്തുവിനോട് ഐക്യപ്പെടുത്തുകയും സ്വയം ദാനം യഥാർത്ഥ സന്തോഷത്തിലേക്ക് നയിക്കുന്നുവെന്ന് യുവതലമുറകൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തുവെന്ന് ബാലസ്റ്ററിനൊപ്പമുണ്ടായിരുന്ന ഫാദർ ജോസഫ് ഇവാൻസ് പറയുന്നു. യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിൽ ബാലസ്റ്ററെ പറ്റിയുള്ള ഖ്യാതി പടർന്നപ്പോൾ അദ്ദേഹത്തിന്റെ മധ്യസ്ഥത തേടുന്ന പ്രാർത്ഥനാ കാർഡുകൾ 28ഓളം ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.